നമസ്കാരം. ഫണ്ട് 360 പുതിയ എത്തിയതിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം ഡിവിഡൻഡ് സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഈ ഡിവിഡൻഡ് സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ നമ്മൾ സാധാരണ വലിയ ഡിവിഡൻഡ് ഒന്നും കൊടുക്കാത്ത, കാര്യമായി ഡിവിഡൻഡ് ഈൽഡ് ഇല്ലാത്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തത്. ഇപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർസെൻറ്റേജുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. കാരണം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലർക്കും ഡിവിഡൻഡ് ഈൽഡിനെ കുറിച്ചും ഡിവിഡൻഡ് പെർസെൻറ്റേജിനെ കുറിച്ചുമുള്ള ചെറിയൊരു സംശയങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് രണ്ട് വാക്കിൽ ഡിവിഡൻഡ് ഈൽഡും ഡിവിഡൻഡ് പെർസെൻറ്റേജും തമ്മിൽ എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇപ്പോൾ ഡിവിഡൻഡ് പെർസെൻറ്റേജ്, ഉദാഹരണമായിട്ട് ഇപ്പം ഇൻഫോസിസ് 1000% ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ഫേസ് വാല്യൂവിൻ്റെ മുകളിൽ, മുഖവിലയുടെ മുകളിലാണ് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത്. 1 രൂപയാണ് ഡിവിഡൻഡ് ഇൻഫോസിസിൻ്റെ ഫേസ് വാല്യൂ എങ്കിൽ 1000% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിവിഡൻഡായിട്ട് 10 രൂപ ലഭിക്കും. ഇൻഫോസിസ് ഷെയറിൻ്റെ വില 2000 രൂപയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആകെ ലഭിക്കുന്നത് 10 രൂപ മാത്രമേ ഉള്ളൂ. അതേസമയം ഇൻഫോസിസിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 20% എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ 2000 രൂപ മുടക്കിയെങ്കിൽ അതിന് 20%, അതായത് 400 രൂപ ഡിവിഡൻഡായി നിങ്ങൾക്ക് ലഭിക്കും. അതായത് മാർക്കറ്റ് വാല്യൂവിൻ്റെ പെർസെൻറ്റേജാണ് നമ്മൾ ഡിവിഡൻഡ് ഈൽഡായിട്ട് പറയുന്നത്. അതേസമയം ഡിവിഡൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അത് മുഖവിലയുടെ എത്ര ശതമാനമാണ് എന്നുള്ളതാണ്. ഇതാണ് പെട്ടെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പം വലിയ ഡിവിഡൻഡ് ഈൽഡുള്ള കമ്പനികൾ വാങ്ങിക്കാൻ വേണ്ടി പലർക്കും വലിയൊരു ഉത്സാഹമാണ്. ഉദാഹരണമായിട്ട് ഇപ്പം വേദാന്തയുടെ പല പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ പോലും വേദാന്തയും ഹിന്ദുസ്ഥാൻ സിങ്കും ഹീറോ മോട്ടോഴ്സ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടായി നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വളരെ മോശമില്ലാത്തൊരു ഡിവിഡൻഡ് ഈൽഡ് കൊണ്ടാണ്. ഏകദേശം 35% വേദാന്തയെ സംബന്ധിച്ചാണെങ്കിൽ ഡിവിഡൻഡ് നൽകി. അതായത് 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 35,000 രൂപ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഡിവിഡൻഡായി ലഭിക്കും. അപ്പം ഇങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോശമില്ലാത്ത ഒരു റിട്ടയർമെൻ്റ് ഒക്കെ ആണെങ്കിൽ പെൻഷനായിട്ട് കിട്ടുന്ന പോലെയൊക്കെ കിട്ടുമെന്നൊക്കെ പലരും പ്രതീക്ഷിക്കും. അപ്പോൾ ഇതെല്ലാം വെറുതെ കിട്ടുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയുന്ന പോലെ തന്നെ ഒന്നും വെറുതെ വരില്ല. അതുപോലെ തന്നെയാണ് ഡിവിഡൻഡിൻ്റെ കാര്യം. അപ്പോൾ വലിയ ഡിവിഡൻഡ് സ്റ്റോക്കുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടുമ്പോൾ ഒരു വലിയ സന്തോഷമൊക്കെ തോന്നും. എങ്കിൽ പോലും ആത്യന്തികമായി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ദീർഘകാലത്തേക്കുള്ള നിക്ഷേപകനാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ വലിയ ഡിവിഡൻഡ് ഈൽഡുള്ള കമ്പനികൾ വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും പലപ്പോഴും നല്ലത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് കമ്പനികൾ ഡിവിഡൻഡ് പ്രധാനമായും കൊടുക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് വന്ന ലാഭവിഹിതം അത് ഭാവിയിലേക്ക് കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഒരു പ്ലാൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് കമ്പനി അങ്ങോട്ടൊരു ഡെവലപ്മെൻറ്റിന് പ്ലാൻ ചെയ്യുന്നില്ല, അഥവാ ഡെവലപ്മെൻറ്റ് സ്റ്റാഗ്നൻ്റ് ആയി എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ ഇതാണൊരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് കുഞ്ഞൻ കമ്പനികളൊക്കെയാണ് ചെയ്യാറ്. അതായത് ഒരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കാൻ. ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇപ്പോൾ സ്ക്രീനർ സോഫ്റ്റ്വെയറൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പം ഡിവിഡൻഡ് പെർസെൻറ്റേജ് ഇത്രയുണ്ട്, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് ഇത്രയുണ്ട്, 1%, 2% എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ഒരു ഗുഡ് വിൽ, ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കും. ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്, അപ്പോൾ പിന്നെ ഇത് തല്ലിപ്പൊളി കമ്പനി ആണെങ്കിൽ പോലും നിലനിൽക്കും എന്നുള്ളൊരു തോന്നൽ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വരും. അപ്പം അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പല കമ്പനികളെയും കണ്ടിട്ടുള്ളത്. അതായത് കമ്പനി മൊത്തം കടത്തിലാണ്, കമ്പനിയുടെ സെയിൽസ് 5 രൂപയ്ക്ക് പോലും ഇല്ല, എങ്കിൽ പോലും അവർ ഡിവിഡൻഡ് നൽകുന്നു. അതായത് കടമെടുത്ത് ഡിവിഡൻഡ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഡിവിഡൻഡ് നൽകുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നത്, ഡിവിഡൻഡ് കൊടുക്കാതെ അക്യുമുലേറ്റ് ചെയ്ത് പൈൽ ചെയ്ത് വരുന്നത് പലപ്പോഴും നെഗറ്റീവ് ഇൻഡിക്കേറ്റേഴ്സാണ്. ചില ഫിനാൻഷ്യൽ റേഷ്യോസ് ഒന്നും അത്ര ഫേവറബിൾ ആയിട്ട് തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചില കമ്പനികളൊക്കെ ഡിവിഡൻഡ് കൊടുത്തങ്ങോട്ട് ഒഴിവാക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് പിരമലും മജന്ത ഫാർമയും ഒക്കെ ഇങ്ങനെ ഡിവിഡൻഡ് കൊടുത്ത്, എനിക്ക് തോന്നുന്നത് ഇൻഫോസിസ് ഉൾപ്പെടെ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് എന്തോ മോശമില്ലാത്തൊരു 1 ടൈം ഡിവിഡൻഡായിട്ട് വലിയൊരു എമൗണ്ട് കിട്ടിയതായിട്ട് തോന്നുന്നു. അപ്പം ഇങ്ങനെയുള്ള കമ്പനികൾ ഒരു പൈലപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് എക്സ്പാൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അക്വിസിഷന് വേണ്ടിയിട്ടോ മറ്റ് കമ്പനികൾ ഏറ്റെടുക്കലിന് വേണ്ടിയിട്ടോ ഒന്നും പണം ചെലവഴിക്കാൻ ഇല്ല, അങ്ങനത്തെ ഒരു പ്ലാൻസ് ഒന്നും ഇല്ല എന്ന് വരുമ്പോഴാണ് സാധാരണ ഡിവിഡൻഡ് അങ്ങോട്ട് കൊടുത്തൊഴിവാക്കുന്നത്. അപ്പോൾ വലിയ ഡിവിഡൻഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ കമ്പനി ഏകദേശം ഒരു സാച്ചുറേഷൻ പീരീഡിലെത്തി എന്ന് വേണം നമുക്ക് കരുതാൻ. ഇപ്പോൾ വേദാന്തയുടെ കേസിലോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ങിൻ്റെ കേസിലോ ഒക്കെ ആണെങ്കിൽ അതല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം അവരുടെ പാരൻറ്റ് കമ്പനിക്ക് പണം വളരെയധികം വേണം, അതുകൊണ്ടാണ്. എങ്കിൽ പോലും അതൊരു ലൂട്ടിംഗ് ആയിട്ട്, കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതായിട്ട് കരുതാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ വലിയൊരു ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് നമുക്ക് കരുതപ്പെടാവുന്നത് ഈ ഒരു കാര്യമാണ്. അതായത് കമ്പനിക്ക് ഇനി കൂടുതൽ കമ്പനികൾ വലുതാക്കാനുള്ള സ്കോപ്പ് അവിടെ നിലനിൽക്കുന്നില്ല. കമ്പനി ഏകദേശം ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തി നിന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഭാവിയിലേക്കുള്ള
ടെക്നോളജി അഡാപ്റ്റേഷനോ വേറെ ഏതെങ്കിലും കമ്പനി അക്വിസിഷനോ ഇങ്ങനെയുള്ളതൊന്നും ഇനി ആ കമ്പനിയുടെ ഒരു സ്കോപ്പ് ഇല്ല എന്ന് വേണം നമുക്ക് കരുതാൻ. വലിയ ഡിവിഡൻറ്റിൻ്റെ മറ്റൊരു പ്രശ്നമാണ് നമുക്ക് ഡിവിഡൻറ്റ് സ്ട്രിപ്പിംഗ് പോലുള്ള ഒരു പ്രശ്നങ്ങൾ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം വേദാന്ത ഏകദേശം 300 രൂപയുടെ അടുത്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 20 രൂപ ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ F&O ഉൾപ്പെടെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു 20 രൂപ കുറഞ്ഞിട്ടുള്ള ഒരു പ്രൈസിലേക്ക് സ്ട്രൈക്ക് പ്രൈസിലേക്കൊക്കെ റിവൈസ് ചെയ്യും. അതേപോലെ നമുക്കറിയാൻ കഴിയും അത്രയും തന്നെ ഏകദേശം കുറയും. അതുപോലെ തന്നെ കുഞ്ഞു ഡിവിഡൻറ്റുകളൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ വലിയൊരു പെർസെൻറ്റേജ് ഒന്നും വരുന്നില്ല, 0.5%, 0.25% എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇത് കാര്യമായിട്ട് ബാധിക്കില്ല. എങ്കിൽ പോലും ആത്യന്തികമായി ബാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നും വെറുതെ വരുന്നില്ല. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്, നത്തിങ് വിൽ കം ഫോർ ഫ്രീ. നിങ്ങൾക്ക് ഒരു സാധനം നമുക്ക് പ്രത്യേകിച്ച് F&Oയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓപ്ഷൻസിൻ്റെ അത് പ്രത്യേകിച്ചുള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവും. ഓപ്ഷൻസിൻ്റെ പ്രൈസ് ഫിക്സേഷൻ, പ്രൈസ് ഡിസ്കവറി, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ്റെ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ ഓപ്ഷൻ്റെ പ്രൈസ് എങ്ങനെയാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കോറിലേഷൻ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനവും വെറുതെ ഡിമാൻഡ് കൂടിയൊന്നുകൊണ്ട് മുകളിലേക്ക് പോകില്ല. അപ്പം അതുപോലെയാണ് നത്തിങ് വിൽ കം ഫോർ ഫ്രീ. നിങ്ങൾക്ക് ഡിവിഡൻറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആത്യന്തികമായി കമ്പനിയുടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ കുറയുന്നു എന്നുള്ളതാണ്. ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എടുത്തു നോക്കാൻ കഴിയും. വേദാന്തയോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ, ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ കമ്പനികളോ ഏത് വേണമെങ്കിലും എടുത്തു നോക്കുക. അതായത് എത്രത്തോളം ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം അതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റോക്ക് പ്രൈസിൻ്റെ വളർച്ച കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേസമയം കാര്യമായിട്ട് ഡിവിഡൻറ്റ് കൊടുക്കാത്ത പല കമ്പനികളുമുണ്ട്. അവർ കമ്പനികൾ സ്റ്റോക്ക് പ്രൈസിൻ്റെ അതേസമയം കാര്യമായി ഡിവിഡൻറ്റ് കൊടുക്കാത്ത കമ്പനികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കമ്പനികളെ സംബന്ധിച്ച് കമ്പനികൾ റീഇൻവെസ്റ്റ് ചെയ്യാണ് ഡിവിഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പുതിയ എക്സ്പാൻഷൻ പ്ലാൻസിലേക്ക് പോകുന്നു, ഭാവിയിലേക്കുള്ള ടെക്നോളജി അഡാപ്റ്റേഷനിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികളിൽ നമുക്ക് കൂടുതൽ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ പബ്ലിക് സെക്ടർ കമ്പനികൾ എന്തുകൊണ്ട് കൂടുതൽ ഡിവിഡൻറ്റ് കൊടുക്കുന്നു എന്നുള്ളത്, ഗവൺമെൻറ് കമ്പനികൾ കൊടുക്കുന്നു എന്നുള്ളത് മറ്റൊരു കാരണമാണ്. കാരണം ഗവൺമെൻറ്റിന് കൂടുതൽ പണം വേണം, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ലാഭം വീതം കൊടുത്തൊഴിവാക്കുക. അതേസമയം ഫണ്ട് ഇൻഫ്യൂഷന് ക്ഷാമം വരുന്നുമില്ല. കാരണം ഗവൺമെൻറ് എപ്പോഴും പബ്ലിക് സെക്ടർ PSUസിൻ്റെ സ്റ്റേക്ക് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഗവൺമെൻറ് സ്റ്റേക്ക് വിറ്റൊഴിക്കലുണ്ടെങ്കിൽ കൂടിയും പബ്ലിക് സെക്ടർ കമ്പനികളെ അഥവാ ഗവൺമെൻറ് വരുമാനത്തിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. എങ്കിൽ പോലും സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്നൊരു തോന്നൽ വിറ്റൊഴിവാക്കി പോവുകയാണെന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി നടക്കുന്നത് വിറ്റൊഴിവാക്കലിനേക്കാൾ കൂടുതലായിട്ട് ഫണ്ട് ഇൻഫ്യൂഷനാണ് ഗവൺമെൻറ് നടത്തുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഫാക്ടറാണ്. അപ്പോൾ പബ്ലിക് സെക്ടർ കമ്പനികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മൾ വേദാന്തയുടെ കേസിൻ്റെ അകത്തോ കാരണങ്ങൾ അനവധിയാണ്. അത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ബാക്കിയുള്ള വലിയ ഡിവിഡൻറ്റ് നൽകുന്ന കമ്പനികളെ എപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം രണ്ട് കാര്യങ്ങളിലാണ് ഇത് കോംപ്രമൈസ് ചെയ്യുന്നത്. ഒന്ന്, കമ്പനിക്ക് വലിയ ഒരു മുമ്പോട്ടുള്ള ഒരു ഗ്രോത്ത് ഇല്ല എന്നുള്ളത് കമ്പനി തന്നെ സമ്മതിക്കുന്നു. രണ്ട്, ഈ ഉയർന്ന ഡിവിഡൻറ്റ് നിങ്ങളുടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ്റെ മുകളിലാണ് പോകുന്നത്. കമ്പനിക്ക് വലുതായിട്ടുള്ളൊരു വളർച്ച വരില്ല. നിങ്ങൾ വേദാന്തയുടെ തന്നെ ഷെയർ എടുത്ത് നോക്കുക, ഒരു വർഷത്തിനുള്ളിൽ അത് എന്തുമാത്രം വളർന്നു, നിങ്ങൾക്ക് ഡിവിഡൻറ്റ് ലഭിച്ചത് എത്രയാണ്. അപ്പോൾ ആ ഒരു ഡിവിഡൻറ്റ് ലഭിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ എത്രമാത്രം വളരുമായിരുന്നു എന്നുള്ളതുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് മറ്റൊരു കാരണം. മറ്റൊരു പ്രശ്നം, നമുക്ക് ഡിവിഡൻറ്റ് സത്യത്തിൽ ലഭിക്കുന്നത് കാര്യമായിട്ടൊരു ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 2020 മുതൽ ഗവൺമെൻറ് ഒരു ട്രിപ്പിൾ ടാക്സേഷൻ പോളിസി പോലെയാണ് വരുന്നത്. അതായത് ഓൾറെഡി കമ്പനി ഉണ്ടാക്കിയ ലാഭത്തിൻ്റെ മുകളിൽ ഗവൺമെൻറ് കോർപ്പറേറ്റ് ടാക്സ് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഡിവിഡൻറ്റിൻ്റെ മുകളിൽ ടാക്സ് എടുത്തു. ഒക്കെ പോട്ടെ, ഈ ഡിവിഡൻറ്റ് എല്ലാം നമ്മുടെ ഇൻകമിൻ്റെ കൂടിയാണ് ആഡ് ആവുകയും വരുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു 30% അകത്ത് ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഒരാളാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ബാക്കി വരുമാനങ്ങളൊക്കെ കൂടുമ്പോൾ ഇതിൻ്റെ അകത്ത് 10% ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും അതിൻ്റെ 20% അടയ്ക്കണം. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് 100 രൂപ ഡിവിഡൻറ്റായി ലഭിച്ചുവെങ്കിൽ ഓൾറെഡി 10% ചിലപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. 5000-ന് മുകളിൽ ടോട്ടൽ ഡിവിഡൻറ്റ് പേ ഔട്ട് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ 20% നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അടയ്ക്കുകയും വേണം. അപ്പം നിങ്ങൾക്ക് 100 രൂപ കമ്പനിയുടെ അക്കൗണ്ട്സിൽ നിന്ന് 100 രൂപ ചിലവഴിക്കുന്നു, അതേസമയം നിങ്ങൾക്ക് ലഭിക്കുന്ന 70 മാത്രമേ ഉള്ളൂ. അപ്പം കമ്പനിയുടെ ഷെയർ ഹോൾഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് കമ്പനി തരുന്ന മുഴുവൻ ലഭിക്കുന്നുമില്ല. അതേസമയം കമ്പനിക്ക് ഈ ഒരു 100 രൂപ കമ്പനിക്ക് വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രിസിയേഷന് വേണ്ടി ഉപയോഗിക്കാനോ പറ്റുന്ന ഒരു ഇത് ലഭിക്കുന്നുമില്ല. 30 രൂപ ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആത്യന്തികമായി പലപ്പോഴും സംഭവിക്കുന്നത് ഡിവിഡൻറ്റ് നൽകുന്നതിലൂടെ ഗവൺമെൻറ്റിന് മാത്രമേ ലാഭമുള്ളൂ. PSU കമ്പനികൾ ഡിവിഡൻറ്റ് വളരെയധികം കൊടുക്കുന്നതിൻ്റെ മറ്റൊരു രഹസ്യം അതാണ്. കാരണം ഇതിൻ്റെ അകത്ത് മൈനോറിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പോകുന്ന ഡിവിഡൻറ്റുകൾ പോലും കറങ്ങിത്തിരിഞ്ഞ് അതിൻ്റെ അകത്തുള്ള ടാക്സേഷൻ്റെ വകയായിട്ട് ഗവൺമെൻറ്റിലേക്ക് തന്നെ തിരിച്ചെത്തും.
അതും മറ്റൊരു വിദ്യ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവസാനമായിട്ട് ഒരു കണ്ടൻസ്ഡ് ഫോമിൽ പറയാനുള്ളൊരു കാര്യം, ഡിവിഡൻഡ് പേ ഔട്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു കമ്പനിയെ സെലക്ട് ചെയ്യാൻ ഒരു ഇൻഡിക്കേറ്ററായിട്ട് എടുക്കരുത്. കുഞ്ഞൻ കമ്പനികളാണെങ്കിൽ ഡിവിഡൻഡ് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ മറ്റ് ഫിനാൻഷ്യൽ റേഷ്യോസൊക്കെ ഒഴിവാക്കി അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഒരു പ്രചോദനമായി തീരുകയും ചെയ്യരുത്. കാരണം കുഞ്ഞൻ കമ്പനികൾ കൊടുക്കുന്ന ഡിവിഡൻഡുകൾ പലതും കടമെടുത്തിട്ടാകാൻ കൊടുക്കുന്നത്, അവരുടെ ഒരു ഗുഡ് വില്ല് കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്നത്തെ രീതിയിൽ അതൊരു ചെറിയൊരു കെണിയാണ്. നിങ്ങൾ കാര്യമായി സമയം ഇൻവെസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കെണിയിൽ നിങ്ങൾ വീണു പോകാനുള്ള സാധ്യതകൾ വളരെയേറെയുണ്ട്. അപ്പോൾ ഇതോട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.